നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. എക്സസൈസ് 9.1-ലെ 6th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റോംബസ് whose side is 5 cm and whose altitude is 4.8 cm. If one of its diagonal is 8 cm long, find the length of other diagonal. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റോംബസ്. റോംബസിന്റെ ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? whose side is 5 cm. all side are equal ആണ്. ഏതില്? റോംബസിൽ all side are equal ആയിരിക്കും. സോ സൈഡ്സിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഈച്ച് സൈഡിന്റെയും ലെങ്ത് 5 സെന്റിമീറ്റർ വീതമാണ് വരിക. ആൻഡ് ഹൂസ് ആൾട്ടിറ്റ്യൂഡ് എത്രയായിരുന്നു? 4.8 സെന്റിമീറ്റർ. ആൾട്ടിറ്റ്യൂഡ് എന്താണ്? നമ്മൾ ഒരു സൈഡിനെ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു സൈഡിനെ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ആ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് എപ്പോഴും 90 ഡിഗ്രിയിലാണ് ഉണ്ടാവുക. ഡയഗണൽ ഒരിക്കലും ഒരു ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് പരിഗണിക്കില്ല. 90 ഡിഗ്രിയിൽ ഡിസ്റ്റൻസിൽ വരുന്ന ലെങ്തിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കുന്നത്. സോ ആൾട്ടിറ്റ്യൂഡ് ഇവിടെ 4.8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 4.8 സെന്റിമീറ്റർ. Then next one, if one of the diagonal is 8 cm. ഡയഗണലിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഒരു ഡയഗണലിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. D1 is 8 cm. D2 ആണ്. D2 കാണണം. എന്ത് കാണണം? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അതർ ഡയഗണൽസ്. D2 കണ്ടുപിടിക്കണം. D1നെ നമ്മൾക്ക് 8 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. D2 കണ്ടുപിടിക്കാം. വാല്യൂസ് നമ്മൾ ഇവിടെ എഴുതി. ഇനി എന്ത് കണ്ടുപിടിക്കണം? കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റോംബസ് ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അതർ ഡയഗണൽ. അതർ ഡയഗണൽ മീൻസ് D2 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ, അതുപോലെ D2 ഡയഗണലോ അതർ ഡയഗണൽസ്, അതായത് സെക്കൻഡ് ഡയഗണൽ D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. വൺ ഡയഗണൽ തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് D1 ആൻഡ് D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇതിനു മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ D1ഉം D2ഉം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനാണ് റോംബസിന്റെ ഏരിയ കാണാൻ യൂസ് ചെയ്തത്? area of a rhombus is equal to 1/2 into D1ഉം D2ഉം തന്നാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇവിടെ D1 into D2, ഏരിയ ഓഫ് റോംബസ് is equal to D1 1/2 into D1 into D2. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ D2 നമ്മൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഈ തന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. സോ ഏരിയ ഓഫ് എ റോംബസ് A is equal to, ഇവിടെ ബേസും തന്നിട്ടുണ്ട്, അതുപോലെ അതിലേക്കുള്ള ആൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്. ബേസ് മീൻസ് ഇവിടെ സൈഡ് ആണ്. അപ്പോൾ ഇക്വേഷൻ ഏരിയ ഓഫ് എ റോംബസ് is equal to base into altitude. Base into altitude. ബേസിന് പകരം സൈഡ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഏരിയ കണ്ടുപിടിക്കുന്നത്. കാരണം നമ്മൾക്ക് തന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ വാല്യൂസ് ഇതിൽ അപ്ലൈ ചെയ്യാം. ബേസ് 5 സെന്റിമീറ്റർ ആണ്, അതായത് സൈഡ് ആണ്. ബേസ് മീൻസ് സൈഡ് ഇൻറ്റു 5 സെന്റിമീറ്റർ ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് 4.8 സെന്റിമീറ്റർ. 4.8
8 centimeter, 4.8 centimeter. So 4.8 into 5. 5 into 8 is 40. 4 is carry. Then 5 into 4 is 20. 20 plus 4 is 24. 24. ക്വസ്റ്റ്യനിൽ ഡെസിമലിന് ശേഷം 1 ഡിജിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ആൻസറിലും ഡെസിമലിന് ശേഷം എന്തായിരിക്കണം? 1 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. സോ 24.0. ദാറ്റ് ഈസ് 24. ഇവിടെ സെന്റിമീറ്ററും സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ആണ്. യൂണിറ്റ് സെന്റിമീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. 5 centimeter into 4.8 centimeter. Centimeter into centimeter is centimeter square. The answer is 24 centimeter square. അപ്പോൾ ഏരിയ കിട്ടി. ഏരിയ 24 centimeter square ആണ്. അപ്പോൾ ഏരിയ കാണാനുള്ള D2 അറിഞ്ഞാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾക്കറിയാം. 1/2 into D1 into D2. അപ്പോൾ ഏരിയ എത്രയാണ്? 24 centimeter square. ഇനി എന്ത് കാണണം? D2 കാണണം. That is 1/2 into D1 into D2 equal to area. Area എത്രയാണ്? 24 centimeter square. Then D1 ന്റെ value equationൽ substitute ചെയ്യാം. D1 is equal to 8. 1/2 into 8 into D2 അറിയില്ല. അതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. Equal to 24. 2 into 2 is 1 and 2 in 8 is 4. Next step, 4 into D2. 4 into D2 is equal to 24. 4 into D2 equal to 24. Therefore, D2 equal to, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് 4. ഇവിടെ RHSലാവുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. 24 divided by 4. That is, answer is 6. 6 into 4 is 24. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. സെന്റിമീറ്ററിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 6 centimeter. ഈ ക്വസ്റ്റ്യനിൽ ഏരിയയും കണ്ടുപിടിച്ചു, അതുപോലെ D2ഉം കണ്ടുപിടിച്ചു. ദെൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് വരാം. താങ്ക് യു.